നമസ്തേ, ധന്യാണേ. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. എല്ലാ നാട്ടിലും നവരാത്രി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് വലിയൊരു ആഘോഷമായിട്ട് നടക്കുന്ന ഒരു നാടുണ്ട്, കൊൽക്കത്ത. പൂജയ്ക്കൊപ്പം തന്നെ ഭക്തിഗാനങ്ങളും പാട്ടും നൃത്തവും പ്രസാദം സമർപ്പിക്കലും പ്രസാദ വിതരണങ്ങളും ഒത്തുചേരലും എല്ലാം ഭയങ്കര ആഘോഷമാണ്. സ്ത്രീകളുടെ ആഘോഷമായിട്ടാണ് അവിടെ കൂടുതലും അറിയപ്പെടുന്നത്. പിന്നെ ഫൈനലി ദുർഗാമാതാവിൻ്റെ ബിംബം നിമഞ്ജനം ചെയ്യാലും എല്ലാം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഈ സമയത്തൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ. പക്ഷെ നമ്മുടെ ചാനൽ ഒരു ഫുഡ് ചാനലായതുകൊണ്ട് അവിടുത്തെ ദുർഗാ പൂജ സ്പെഷ്യൽ പ്രസാദമാണ് ഇന്ന് കാണിക്കുന്നത്. അവിടെ അതിന് ഭോഗ് എന്നാണ് പറയുക. ചോലാർ ദാൽ, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പോവാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ചോലാർ ദാൽ ബംഗാളിലെ ഫെസ്റ്റിവൽ സീസണിൽ ഒരുവിധം എല്ലാ ഫെസ്റ്റിവൽസിൻ്റെയും നൈവേദ്യത്തിലെ ഒരു പാർട്ടാണെന്നാണ് പറയപ്പെടുന്നത്. എസ്പെഷ്യലി ദുർഗാ പൂജ സമയത്ത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നവരാത്രി സമയത്ത് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചോലാർ ദാൽ തന്നെയാണ്. ബംഗാൾ ഗ്രാം, അതായത് നമ്മുടെ കടലപ്പരിപ്പ്, അത് ഏകദേശം 240 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു കപ്പിൽ കുറച്ച് താഴെ. ഇത് ഉപ്പ് ചേർത്ത് വേവിക്കുക. തീരെ അങ്ങോട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇത് കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, ഞെക്കി കഴിഞ്ഞാൽ ഉടയണം. പക്ഷെ അതിൻ്റെ ഷേപ്പ് അതുപോലെ റിട്ടൈൻ ചെയ്യണം. ആ ഒരു പാകത്തിന് വേവിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു 60 ഗ്രാമോളം വേണം. ഇതിൻ്റെ ബൈറ്റ് ഈ കറിക്ക് ഒരു നട്ടി ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൊടുക്കും. ഇടയ്ക്കൊരു ഇത് ബൈറ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് വേണ്ടത് കിഷ്മിഷാണ്. ഉണക്കമുന്തിരി ഒരു 30 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കശുവണ്ടി പരിപ്പ്, അതും ഏകദേശം 30 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് പച്ചമുളക്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സ്പൈസ് പച്ചമുളകാണ്. എനിക്ക് എരിവ് കുറച്ച് മതി. നിങ്ങൾ സ്പൈസിനനുസരിച്ച് എടുക്കുക. പക്ഷേ ഈ ഒരു കറി സ്വീറ്റ്നെസ്സും സ്പൈസിനെസ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ്. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ജൂലിയൻ കട്ട് എന്ന് പറയും, അതൊരു 30 ഗ്രാം എടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 2 എണ്ണം, പട്ട ചെറുത് ഒരു 2 ചെറിയ പീസ്, പിന്നെ ഗ്രാമ്പു ഒരു 3 എണ്ണം, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പട്ട ഇല 1 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി. ഇത് രണ്ടും എടുക്കുന്നതിനനുസരിച്ച് അത് ആഡ് ചെയ്യുന്ന സമയവും മാറും കേട്ടോ. ഇതിലെടുക്കുന്നത് എങ്ങനെയാണെങ്കിലും 1 ടീസ്പൂണോളം എടുക്കാം കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ഏകദേശം 60 ml എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഈ കറിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ കറി അവർ നിവേദിച്ച് വെക്കുമ്പോൾ, പൂജയ്ക്ക് വെക്കുമ്പോൾ അതിൽ നിന്ന് നല്ലോണം നെയ്യ് സ്മെല്ല് വരണം എന്നാണ് പറയുന്നതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അവർ കുക്ക് ചെയ്യുമ്പോൾ ചേർക്കുന്നത് കൂടാതെ ഫൈനലി മുകളിൽ കൂടെ ഇങ്ങനെ നെയ്യ് ഒഴിക്കും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പൊടികളാണ് വേണ്ടത്. അധികമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി, എരിവുള്ളതോ എരിവില്ലാത്തതോ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ഇത് 3ഉം കൂടെ വെള്ളത്തിൽ കലക്കി ഒരു സ്ലറി ആയിട്ട് വെക്കണം. ഒരു ചെറിയൊരു കുഴമ്പ് രൂപത്തിലാക്കി വെക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നേരിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ബേൺ ആവും എന്നുള്ളത് കൊണ്ടാണ്. നൈവേദ്യമായതുകൊണ്ടായിരിക്കാം ഇത്രയും കെയർ എടുക്കുന്നത്. അത് വെള്ളത്തിൽ കട്ടയില്ലാതെ ചാലിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെക്കും. എന്നിട്ടാണ് കറിയിലേക്ക് ഒഴിക്കുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി 1 ടീസ്പൂൺ നമ്മൾ എടുത്തു വെച്ചത് അതും കൂടി ചേർത്ത് ഇളക്കുകയാണ് കേട്ടോ. ഒരു ഏകദേശം 60 ml വെള്ളമേ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇനിയും കൂടെ ചേർത്ത് ഞാൻ ലാസ്റ്റ് അത് വരുന്ന സ്ലറിയുടെ ഭാഗം കാണിക്കാം കേട്ടോ. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് കണ്ടോ, ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. നിവേദ്യത്തിന് അവർ ഭോഗ് എന്നാണ് പറയുക. ഈ ഭോഗിന് വെക്കുന്നതുകൊണ്ടായിരിക്കും ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതിരിക്കുന്നത്. ഇപ്പം ഇൻഗ്രീഡിയൻസ് ഏകദേശമായി, നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ 1 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കണം. കാര്യം അതിൽ നമ്മൾ തേങ്ങാക്കൊത്ത്, കശുവണ്ടി പരിപ്പ്, ഉണക്കമുന്തിരി ഇത് 3ഉം വറുത്തെടുത്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് പാകത്തിനുള്ള എണ്ണ വേണം. ഇതായിപ്പം നെയ്യും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ. അതൊന്ന് കുറച്ച് പാകമാകുമ്പോഴാണ് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുള്ളൂ. ഇതായിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒരു 20 സെക്കൻഡോളം കഴിഞ്ഞു. ഇനി നമ്മൾ കശുവണ്ടി പരിപ്പ് ചേർക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർക്കാം. അതൊന്ന് ഞാൻ പകുതി വരെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണേ. ഇത് മുളകിൻ്റെ തോലൊക്കെ ഏകദേശം ഒരു പുള്ളി വരുന്നത് കണ്ടോ, വെളുത്ത കളറായിട്ട് ഏകദേശം പാകമാവാനായിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്കൊരു കാര്യം കൂടി ചേർക്കണം, കിഷ്മിഷ്, ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. അതെന്തിനാ അവസാനം ആക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് പെട്ടെന്ന് പഫപ്പായി കിട്ടും, വീർത്ത് കിട്ടും, കരിഞ്ഞു പോവാതിരിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങാനാവുന്നതിന് കുറച്ച് മുന്നേ ഈ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തു. അതൊന്ന് കുറച്ചൊന്ന് ഇളക്കുമ്പോഴത്തേക്കും അത് പഫപ്പായി വരും. അപ്പം തന്നെ നമ്മൾ എടുത്ത് മാറ്റാം കേട്ടോ, അല്ലേ കരിഞ്ഞു പോവും, കറിയുടെ രുചിയും പോവും. ഉണക്കമുന്തിരിയൊക്കെ ഇപ്പം വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഇതെല്ലാം ഈ പാനിലുള്ള എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാൻ അടുപ്പത്ത് തന്നെ നിൽക്കട്ടെ. കുറച്ചുകൂടി സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ജൂലിയൻ ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും കൂടെ തന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് പൊട്ടിക്കണം എന്നില്ല കേട്ടോ, ഇങ്ങനെ ആയാലും മതി. ജീരകം ചേർത്ത് കൊടുക്കും നമ്മൾ. ഇതിൻ്റെ കൂടെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു, ഏലം, പട്ടയില ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തീ ഒന്ന് മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് വെച്ച് ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞിട്ട് കായം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പൊടി തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ അതൊന്ന് അലിഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും. ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പൊടി കലക്കി വെച്ചിരുന്നത് അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം. ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ 1 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ദാൽ ചേർക്കണം, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർക്കണം. ദാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ബിറ്റ് മിസ്സായി കേട്ടോ.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 25 സെക്കൻഡ് നേരം അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പും പാകത്തിന് ഉപ്പും നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സാധനങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ഇളക്കാൻ പോവാണ്. ഈ സമയത്ത് ഇളക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചും കൊടുക്കാം കേട്ടോ. ഉടച്ചു കൊടുത്തില്ലെങ്കിലും ഇനി തിളപ്പിക്കുന്ന ഒരു 10-15 സെക്കൻഡിനുള്ളിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ഉടയും. പക്ഷെ എന്നാലും നല്ലതാണ്, ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് വരും. കുറച്ച് പച്ച നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദാൽ റെഡിയാണ്, സെർവ് ചെയ്യാം. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാൻ മറക്കല്ലേ കേട്ടോ.